നമ്മുടെ എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് സെൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ സംഘടിപ്പിച്ച ജൂനിയർ ടാലൻറ്റ് സോക്കർ ടൂർണമെൻറ്റിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കുട്ടികൾ വളരെ ഉത്സാഹത്തിലായിരുന്നു. ഒരു വേൾഡ് കപ്പ് എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ള പ്രതീതിയാണ് കുട്ടികൾക്ക് കിട്ടിയത്. ഓരോ കുട്ടികളുടെയും കാലിലെ ആ ചാതുര്യമില്ലേ, ആ ബോൾ കൊണ്ടുപോകുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാം. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ് കുട്ടികളുടെ ഓരോ ലെവൽ കേട്ടോ. നോക്കിയേ, ഒരു ജൂനിയർ മെസ്സി കണക്കെ അവൻ പോകുന്ന പോക്ക് നോക്കിയേ, അടിച്ചതിന് ഗോൾ അടിയാണ് അവൻ. എറണാകുളം ജില്ലയിലെ 37 വിദ്യാലയങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. സ്റ്റേറ്റ്, ICSE, CBSE സിലബസിലുള്ള കുട്ടികൾ പങ്കെടുത്ത ടൂർണമെൻ്റ് ആയിരുന്നു കേട്ടോ. 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. എന്തു പറഞ്ഞാലും 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേറെ ഗെയിംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ വളരെ ഭംഗിയിലാണ് കളിച്ചത്. വളരെ സന്തോഷമായിരുന്നു. ജയിച്ച കുട്ടികൾക്കും തോറ്റ കുട്ടികൾക്കും ഒരേ സന്തോഷമായിരുന്നു കേട്ടോ. നല്ല മത്സരബുദ്ധിയോടെയാണ് പെൺകുട്ടികളും കളിച്ചേട്ടോ. എന്ത് രസമായിട്ടാണ് കളിക്കുന്നത് അറിയാമോ. ഒരു ഗോളടിച്ച് വിജയിക്കണം, ആ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു കുട്ടികൾക്കുണ്ടായിരുന്നത്. അത് നിയന്ത്രിക്കാൻ റഫറിക്ക് വരെ വളരെ സന്തോഷമായിരുന്നു കേട്ടോ. കളി കാണാൻ ഞങ്ങൾക്ക് എന്തൊരാവശ്യമായിരുന്നു അറിയാം. മത്സരം നിയന്ത്രിക്കാൻ റഫറി അല്പം പാടുപെട്ടോ. എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു ഈ സ്കൂളിൽ കേട്ടോ. കാരണം വെയിൽ വളരെ നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമി ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ NCC cadets. ഈ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികൾക്കും ഒരു പ്രശ്നങ്ങളും പൊടിയുടെ ആയിട്ടുള്ളൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് എന്ന് കരുതി തന്നെയാണ് ഇങ്ങനെ NCC cadetsനെ കൊണ്ട് മണ്ണ് നനച്ച് ആ പൊടിയുടെ ശല്യം വളരെയധികം കുറച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഈ കുട്ടികൾ ചെയ്യുന്നത് നല്ലൊരു നന്മപ്രവൃത്തിയാണല്ലേ. അതാത് സമയങ്ങളിൽ തന്നെ അവരുടെ വേസ്റ്റുകളെല്ലാം അപ്പോൾ അവരെടുത്തെടുത്ത് മാറ്റുന്ന ഒരു ദൃശ്യം നമുക്ക് കണ്ടു കേട്ടോ. അടുത്ത മത്സരം പെനാൽറ്റിയിലേക്കാണ് നീങ്ങിയത്. 0-0 ആയിരുന്നു സ്കോർ. അപ്പോൾ അടുത്ത മത്സരം പെനാൽറ്റിയിലേക്ക് നീങ്ങിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നല്ല ശ്രമിച്ച ഗോളികൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് മാത്രമല്ല, അവർ ഓരോ സേവുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു മത്സരം കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം കാണികളിലും ഞങ്ങളിലെല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ പെൺകുട്ടികളുടെ ഫൈനൽ മത്സരമായി. സെൻറ്റ് പീറ്റേഴ്സ് UP സ്കൂളും നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കളമശ്ശേരിയും കൂടിയാണ് മത്സരം ഉണ്ടായിരുന്നത്. വളരെ വാശിയേറിയ മത്സരം, കാണികളൊക്കെ അങ്ങനെ ആവേശത്തിൽ നിൽക്കുന്ന മത്സരമായിരുന്നു കേട്ടോ. ഓരോ ടീമിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോ വിഭാഗം ആളുകളുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കളമശ്ശേരി എന്ന് വന്ന ടീമാണെങ്കിൽ പോലും അവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും പഠിച്ചില്ല. എല്ലാവരും നല്ല ഭംഗിയിൽ കളിക്കുകയും ചെയ്തു. ഏതായാലും ആ മത്സരത്തിൽ വിജയിച്ചത് ആരാന്ന് നിങ്ങൾ കാണണ്ടേ. അല്പനേരം നിങ്ങളൊന്ന് കളി കണ്ടു നോക്കട്ടോ. അപ്പോൾ കുട്ടികളുടെ കളികളും മനസ്സിലാവും. വിജയിച്ചത് ആരാണെന്നുള്ളത് സാവകാശം പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇടയിൽ വീണ് കിട്ടിയ ഒരു പെനാൽറ്റിയാണ് അവിടെ വന്നിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടികളുടെ പെനാൽറ്റി മത്സരത്തിൽ ആ ഗോൾ കീപ്പർ വളരെ ശ്രദ്ധയോടെ സേവ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. അവരുടെ ഓരോരോ ചടുലതകൾ കാണികളെല്ലാം വളരെ ആവേശത്തിൽ ഒരു സേവ് എറിഞ്ഞപ്പോൾ നല്ല ആവേശമാണ് കേട്ടോ അവർക്ക്. എന്തായാലും മത്സരം പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ മത്സരം ഫൈനൽ മത്സരം എന്തായാലും സെൻറ്റ് പീറ്റേഴ്സ് UP സ്കൂൾ കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. പിന്നീട് ലൂസേഴ്സ് ഫൈനലായിരുന്നു. തേവര സേക്രഡ് ഹാർട്ടും എറണാകുളം സെൻറ്റ് ആൽബർട്ട്സും തമ്മിലുള്ള മത്സരമായിരുന്നു. വളരെ വാശിയേറിയ മത്സരം. ഒരു ഗോളിന് തേവര സേക്രഡ് ഹാർട്ട് വിജയിച്ചു. വളരെ ഭംഗിയായിട്ട് കുട്ടികൾ കളിച്ചു. ഈ ടൂർണമെൻറ്റിലെ 3ാം സ്ഥാനം തേവര സേക്രഡ് ഹാർട്ട് UP സ്കൂൾ നിലനിർത്തി എന്നുള്ളതാണ്. ഒരു വേൾഡ് കപ്പ് പ്രതീതി എന്നുള്ള രീതി ഫൈനൽ കളിക്കുവാനായിട്ട് ചെല്ലാന സെൻറ്റ് മേരീസ് UPയിലെ കുട്ടികളും കണ്ടക്കടവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തമ്മിലുള്ള മത്സരമായിരുന്നു. എന്തായാലും ഒരു വർഷത്തെ അവരുടെ ആ പ്രയത്നം ഇവിടെ കാണിക്കണം, അത് കപ്പും കൊണ്ട് സ്കൂളിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം കുട്ടികളുടെ മനസ്സിലും അവരുടെ വാശിയിലും ഉണ്ടായിരുന്നു. നല്ലൊരു മൂവ്മെൻ്റാണ് ഇവർ നടത്തുന്നത്. ഏതായാലും ഇവരുടെ ആ കിക്ക് ഓഫ് തന്നെ നോക്കിക്കോട്ടോ. ഫസ്റ്റ് മൂവ്മെൻറ്റ് തന്നെ വളരെ ഭംഗിയായിട്ട് കുട്ടികൾ ചെയ്യുന്നത് കാണാം. വിസിലങ്ങോട്ട് ഊതിയപ്പോൾ തന്നെ നേരെ മുൻപോട്ടിട്ട് ഒരൊറ്റ ഓട്ടോ നേരെ ഫാസ്റ്റ് ടൈം തന്നെ ഗോൾ അടിക്കണം എന്നുള്ള രീതി തന്നെ. കോച്ച് എന്ന് പറഞ്ഞാലും അവിടെ വളരെയധികം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. കോച്ച് മറ്റാരും കേട്ടോ, ഞാൻ തന്നെയായിരുന്നേ. സെൻറ്റ് മേരീസിൻ്റെ കോച്ച് ലൂയിസ് സാറായിരുന്നു. ലൂയിസ് സാറിന് പെട്ടെന്ന് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ പോകേണ്ടി വന്നതുകൊണ്ട് ലൂയിസ് സാറ് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറേ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊന്നും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെ ഞാനുണ്ടായിരുന്നു. വളരെ വാശിയേറിയ മത്സരം, വളരെ ഭംഗിയായിട്ട് കുട്ടികൾ മത്സരിച്ചു. എന്തായാലും ചെല്ലാന സെൻറ്റ് മേരീസ് ഒരു ഗോളിന് തോറ്റുപോയി എന്നുള്ളതാണ്. 2ാം സ്ഥാനം നിലനിർത്തി.
അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ആ അവസാന സമ്മാനദാനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാനേജർ റവറൻ ഫാദർ ആൻ്റണി അഞ്ചുതൈക്കൽ, കുമ്പളങ്ങി സഹകരണ ബാങ്ക് പ്രസിഡൻറ്റ് നെൽസൺ കോച്ചേരി തുടങ്ങിയ ഒട്ടനവധി പ്രമുഖ വ്യക്തികൾ സമ്മാനദാനത്തിൽ വന്നിരുന്നു. എല്ലാ കുട്ടികൾക്കും മെഡൽ നൽകി. 3ാം സ്ഥാനവും 2ാം സ്ഥാനവും 1ാം സ്ഥാനവും ലഭിച്ച കുട്ടികൾക്ക് മെഡൽ നൽകി ആദരിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ കപ്പുകളും നൽകി അവൾ വളരെ സന്തോഷത്തിലാണ് ഓരോ കുട്ടികളും പോകുന്നത്. എന്തായാലും ഈ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ച അബാഖസ് സാറിന് വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. OG Trends and Vibes ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.